വിഗ്രഹങ്ങൾ ഉടയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഭാവനയിൽ നിന്ന് വന്നിരിക്കുന്നത്. എബോവ് ഓൾ ഓൾവേസ് ബി capable of feeling deeply any injustice committed against anyone anywhere in the world. ചെഗ്വേരയുടെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭാവന ഇത്തരത്തിലൊരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ലോകത്തെവിടെ ആർക്കെതിരെ അനീതി സംഭവിച്ചാലും അത് ആഴത്തിൽ അനുഭവിക്കാൻ നാം പ്രാപ്തരായിരിക്കണം. എവിടെ ഭാഷ ദേശ ഭേദമില്ലാതെ എവിടെ അനീതി നടന്നാലും അതിനെതിരെ പ്രതികരിക്കാൻ, അതിലിടപെടാൻ നമുക്ക് കരുത്തുണ്ടാകണം എന്ന് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് സുജ. നിസ്സംശയം നമുക്ക് പറയാം, ഇത് സിനിമാ മേഖലയിലെ അമ്മ എന്ന സംഘടനയ്ക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ്. കാരണം ഇന്ന് നമ്മോട് തന്നെ ആ സംഘടനയിലെ വൈസ് പ്രസിഡന്റ് അടക്കം പറഞ്ഞത്, ഇതിനു മുൻപ് പല പരാതികൾ വന്നിട്ടും അതിലൊന്നും ഇടപെടാൻ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ കുറ്റസമ്മതം നടത്തുന്നുണ്ട്, ഇപ്പോൾ അതിൻ്റെ തലപ്പത്ത് നിന്ന് ആളുകൾ തെറിക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്നോ ഇന്നലെയോ സംഭവിച്ച കാര്യങ്ങളല്ല, മുൻപ് തന്നെ അറിവുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും പക്ഷേ ഒരിടപെടലും നടത്താൻ ആ സംഘടനയോ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആളുകളോ തയ്യാറായിരുന്നില്ല. ആ അനീതികൾക്കെതിരെ എല്ലാം കണ്ണടയ്ക്കുകയായിരുന്നു. അതിജീവിതക്കെതിരെയായിരുന്നു അവരുടെ എല്ലാം നടപടി. അതാണല്ലോ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പല ആളുകളും തുറന്നു പറഞ്ഞത്. അത് കൃത്യമായി അങ്ങനെയല്ല വേണ്ടത്. അത് അങ്ങനെ ഒരു അനീതി കണ്ടാൽ ആ അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത് എന്ന് ലോകമാദരിക്കുന്ന വിപ്ലവകാരി ചെഗ്വേരയുടെ വാക്കുകൾ ഭാവന പങ്കുവെക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. സുജിയ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണ്, ഒരിക്കലും ഉടയില്ല അല്ലെങ്കിൽ ഒരിക്കലും തൊടാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന വിഗ്രഹങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് മാത്രം രണ്ട് പ്രധാനപ്പെട്ട ആളുകൾക്ക് അവരുടെ സ്ഥാനം തെറിക്കേണ്ടി വന്നത്. അത് WCC എന്ന സംഘടന നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം അത് എടുത്തു പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ മലയാള സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട നടിമാരെല്ലാവരും പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം, ഈ വലിയ പോരാട്ടത്തിന് ധൈര്യം പകർന്നത് ഒരു വനിത നടത്തിയ പോരാട്ടമാണ് എന്നാണ്. ഇപ്പോൾ ഭാവന കൂടി ഇത്തരം ഒരു കാര്യം പങ്കുവെക്കുമ്പോൾ ഇത് അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ വിജയമാണ്. ഇത് ഇവിടം കൊണ്ടും അവസാനിക്കില്ല, ഒരുപക്ഷെ ഇനിയും ഒരുപാട് തലകൾ ഉരുളാനുണ്ട് സുജിയ എന്ന് തന്നെയാണ്. അതായത് ഈ പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം മലയാള സിനിമയിൽ ഒരുപക്ഷെ ഒരു മാറ്റത്തിന്റെ കാഹളം തന്നെ മുഴക്കും. അതിന്റെ ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പോരാട്ടം. കേരളം നോക്കൂ സായ്കുമാർ, ഞാൻ ഭാവനയുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കുകയായിരുന്നു. അതിന് തൊട്ട് മുൻപ് അവരിട്ടിരിക്കുന്ന റിട്രോസ്പെക്ട് എന്ന ഒറ്റ വാചകം, അത് ഈ വിവാദം നമുക്കറിയാമല്ലോ. അന്ന് ആക്രമിക്കപ്പെട്ട നടിയോട് ഒരു കാരണവശാലും ഐക്യപ്പെടാൻ ആ സംഘടനയോ അതിലെ നേതാക്കളോ ഒന്നും തയ്യാറാകാത്ത സമയത്താണ് WCC എന്ന ഒരു സംഘടന വരികയും അവർ ഈ പോരാട്ടത്തിന്റെ മുൻനിര ഏറ്റെടുക്കുകയും പിന്നീടാണ് നമ്മൾ ഈ കാണുന്ന ഹേമ കമ്മിറ്റിയും അതിനുശേഷം ഇപ്പോൾ